ഉമ്മൊക്കെ എന്ത് വേണേ ചെയ്യാം. ആരാണെങ്കിലും മുന്നിലേക്ക് ഇവിടെ സ്വന്തം. ഹലോ ഹലോ മത്തായി ചേട്ടാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സോറി, താങ്ക് യു. മത്തായി ചേട്ടൻ എന്നെ മനസ്സിലായോ? പിന്നെ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി നിന്നെ എനിക്ക് ഒരു പരിചയമില്ല. മറിയാമ്മ ചേട്ടന്റെ ഡയലോഗത്തുള്ള ശിവദാസന്റെ മകൻ വേണോ? നീ ഇപ്പൊ എന്ത് ചെയ്യാ? 2002 ബിസിനസ് തുടങ്ങി. വച്ചടി കയറ്റുക. ബിസിനസ്സാ? അല്ല കാണാം. അപ്പൊ നമ്മുടെ ജോണിക്കുട്ടിന്ന് വരുമെന്ന് പറഞ്ഞേ ഒരു UK വിസയുടെ കാര്യം അറിയാൻ വേണ്ടിയാ. എപ്പോ വരും? എന്റെ മണിയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഇന്ന് തന്നെ മക്കളൊക്കെ വരും. മോനും 7:30 ലാസ്റ്റ് ബസ് ഉണ്ട്. അത് കഴിഞ്ഞാലോ? 8-നും 8:30 ഓരോ ലാസ്റ്റ് ബസ് വീതമുണ്ട്. ഇയാൾക്ക് ഒന്നേ കയറി വരാൻ പറ്റുമെന്ന് നോക്ക്. പറ്റും, ഇല്ലെങ്കിൽ പറ്റിക്കും. പറ്റിക്കൊന്നു മണിയെ ഇന്ന് ഞാൻ ഡൈ ചെയ്താൽ നാളെ നീ വിധവയാ. വിധവ എടി, ഞാൻ താടിയും മുടിയും കർപ്പിച്ച് ഇവിടെ നിൽക്കണേ കണ്ട് നിന്റെ മക്കള് വന്നാൽ അവര് സംശയിക്കും. നിൽക്കണ ഈ ഷാരൂഖ് ഖാൻ ഏതാണ്? ഈ ആട്ടണ്ട. കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്ന ഞാനാ. ഇപ്പഴാ നിപ്പിള് പോലെ ആയത്. ഇത്ര ഒച്ചത്തിൽ ചുമച്ചിട്ട് നിനക്ക് കേൾക്കാൻ വയ്യെന്ന ഇവിടുത്തെ ഏകദേശം 6000 രൂപ വരും മമ്മി. 6000 രൂപ ഉണ്ടെങ്കിൽ നിനക്കൊരു കളർ ടി വി മേടിച്ചൂടെ? വാങ്ങാം. പക്ഷെ ടി വി വാങ്ങി കയറ്റക്കെട്ടി തുകടാൻ പറ്റില്ലല്ലോ. നല്ല മണം. ഇത് എന്തിന്റെ മണമാണ്? അതൊരു സെന്റിന്റെ മണമാണ്. ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ 2 ഏക്കറിന് എങ്ങനെ മണമായിരിക്കും? ഭയങ്കര മണമായിരിക്കും മറിയേ. എന്താ പേര്? മത്തായി. അല്ല അപ്പച്ച. ഈ അപ്പച്ചാന്ന് വിളിച്ച് പേര് മറന്നുപോയി. മത്തായി. നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ പൊക്കത്തിലുള്ള ചെടിയിലും കായ്ക്കട്ടി ഉണ്ടത്. അതാണ് തെങ്ങ്. അതിന്റെ തൊട്ടത്താഴെ വലിയൊരു കുഴി. അമേരിക്കയിൽ ഇതൊന്നുമില്ല. കുറച്ച് മണലും സിമെന്റും കൂടെ വന്നിരുന്നെങ്കിൽ അടുക്കളുടെ പണിയൊന്നും തീർക്കായി. ജോണിക്കുട്ടിന്റെ ലണ്ടൻ എത്തി. അല്ല, ലണ്ടനിൽ നിന്ന് ജോണിക്കുട്ടി എത്തി. കൊല്ലങ്ങൾ കൂടി കാണുന്ന അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കട്ടെ. ഞാൻ വരുന്നതിന് മുമ്പാണ് ഇവിടെ വന്ന് അച്ഛനും അമ്മയും ഷോപ്പിട്ട് സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള പരിപാടിയായിരുന്നു. അല്ലടാ അനാവശ്യം പറയുന്നത്. കടയിൽ മുദ്രപത്രം വാങ്ങിക്കുമ്പോ പോലെ എന്റെ ഉള്ളിൽ അങ്ങനെ ചിന്തയില്ല. പിന്നെ എന്തിനാണ് നേരം എടുക്കുമ്പോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിനക്ക് ആദ്യം ഇവിടെ കെട്ടിയെടുക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലടാ മൂത്തത്. നീ മൂത്തതല്ല, നീ മൂത്തതാ. എന്നെക്കാളും മൂത്തവരാണ് നിന്റെ ഭാര്യ. അല്ല അപ്പച്ച, എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശ്രമിച്ച അടുത്തു പോ. മഴയെ അടുത്തു പോയി. ഞാനും അടുത്തു പോവുക. നീ ഒറ്റക്ക് നിന്ന് പൊതു തീരുമാനം സംസാരിക്കാം. തീരം ഒരു സിഗ്നൽ തന്നാലും ഞാൻ മൂടി എത്തിക്കോ. അത് ക്ലൈമറ്റ് പിടിക്കാതിട്ടാ. അതങ്ങനെയാ. പാസ്പോർട്ടും വിസയും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് നല്ല ആരും പിടിക്കില്ല. എങ്ങനെയുണ്ടോ നിന്റെ ലണ്ടൻ ജീവിതം?
പറയണ്ട. പറയണ്ട. അതല്ലേ പറയാം. അവിടുത്തെ മലയാളികൾ തമ്മിൽ യാതൊരു ഐക്യമില്ല. ഇന്നലെ തന്നെ മാഞ്ചസ്റ്റർ ജംഗ്ഷനിലെ മുറുകാൻകടയുടെ അടുത്ത് വെച്ച് ഒരു മലയാളിയെ 8-10 സായിപ്പന്മാരും കൂടെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും ഒറ്റ മലയാളി പോലും തിരിഞ്ഞു നോക്കിയില്ല. അറിയോ? നീ ഒരു മലയാളിയല്ലേ, അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ശരി, ഞാൻ തന്നെ അടി കൊള്ളുകയും ചെയ്യണം, ഞാൻ തന്നെ അത് ചോദിക്കുകയും ചെയ്യണം. നമ്മളെ 4 പേരും കൂടെ എന്തോ ചെയ്യാനാ? നമ്മളെ 4 പേരല്ല, ഇരിക്കണവരെ കണ്ടില്ലേ, അവരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നവരാ. വെഡിങ് ആനിവേഴ്സറി നമുക്ക് കുപ്പി പൊട്ടിക്കണ്ടേ? കണ്ടോ, അപ്പച്ചന് കാര്യം പിടികിട്ടി. അതുകൊണ്ടാണ് അപ്പച്ചന് വേണ്ടിയിട്ട് ഞാൻ 2 ജോഡി വാങ്ങുന്ന ഫുള്ള് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പച്ചന് അതൊന്നും ഒരു പ്രശ്നമല്ല മക്കളെ, നിങ്ങൾ ഇന്നലെ വന്നല്ല, അത് തന്നെ സന്തോഷം. എന്റെ പൊന്നു മോനെ, നീ വരുന്ന വഴിക്ക് പ്ലേറ്റിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് എന്റെ മോൻ അപ്പച്ചാ കൊണ്ടുവന്ന കുപ്പി എങ്ങാനും പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞാൻ പ്രിയാതി കൊന്നേനെ. എന്തിനാ മച്ചി? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇത്രയും കാലം നിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരിക്കൊണ്ടെന്നുള്ള കാര്യം നാട്ടുകാരെന്ന് അറിയട്ടടാ. അതൊക്കെ പോട്ടെ, ഇനി എന്താ അടുത്ത പരിപാടി? എന്തായാലും എന്റെ വെഡിങ് ആനിവേഴ്സറിയില് നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ പറമ്പിലത്തേക്ക് മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ, കേക്കല്ലടാ, കേക്ക്. കേക്കും തേക്കൊക്കെ മുറിക്കുന്ന കാര്യം നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ എന്താണ് അപ്പച്ചനോട് പറഞ്ഞത്? അല്ല, എന്റെ പൊന്നു മക്കൾ സണ്ണിക്കുട്ടി എന്തോ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചോ? ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, നമ്മുടെ സ്ഥലം വീതം വെക്കുന്ന കാര്യം. തുറന്നു പറയാം, അപ്പൻ എന്നെ അറിയുന്ന ആൾ ജീവിച്ചിരിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം ഒപ്പം നടക്കണം. എന്റെ പൊന്നു മക്കളെ, അതെനിക്കറിയാം. അതുകൊണ്ട് അപ്പൻ അതെല്ലാം കരുതിക്കുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പച്ചന്റെ മൂത്തമായ സണ്ണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തൊക്കെയാ കരുതി വെച്ചേക്കുന്നത്? അപ്പച്ചന്റെ ഏറ്റവും ഇളയ മോനായ ജോളിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തെങ്കിലും കത്തിക്ക് തന്നെങ്കിലേ പറ്റൂ. അയ്യോ, നിനക്ക് കത്തിക്കും, ഇവന് കനത്തിനുമുണ്ട്. എന്റെ മൂത്ത മോൻ സണ്ണിക്കുട്ടിക്ക് മൂന്നാറിലെ 350 ഏക്കർ റബ്ബർ എസ്റ്റേറ്റും, കോതമംഗലത്തെ 280 ഏക്കർ തേയിലത്തോട്ടവും, അടിമാലിയിലെ 2nd ക്ലാസ് തിയേറ്ററും. കണ്ടോ, അപ്പച്ചൻ ഇതൊക്കെ പൂത്തി വെച്ചേക്കാണ്. എന്റെ പിന്നാലെ നിനക്കും ഒട്ടും കുറവില്ല. എറണാകുളം പാലാരിവട്ടത്തുള്ള 20 ഏക്കർ സ്ഥലം, അങ്കമാലിയിലെ പെട്രോൾ പമ്പ്, കാലടിയിലെ തുണിക്കട, പോരാഞ്ഞിട്ട് എന്റെ ബാങ്ക് ബാലൻസ് 50 ലക്ഷം രൂപ.